റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു മനോഹരമായിട്ടുള്ളൊരു വീടും പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു ഏരിയയും വെറും 2 വർഷത്തെ പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. 3 ബെഡ്റൂമൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു വീട്. ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂര് തൃപ്പാളൂർ ഭാഗത്തായിട്ടാണ്. തൃപ്പാളൂര് സെൻട്രലിൽ നിന്നും കൃത്യം 2 കിലോമീറ്റർ ദൂരം, തൃപ്പാളൂര് കോട്ടയക്കുളം ബസ് റൂട്ടിൽ നിന്നും 2 കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതില് ഈ വീട് നിൽക്കുന്ന ഭാഗം 28 സെന്റ് പറമ്പ് കാറ്റഗറിയും അതിനോട് ചേർന്ന് 1 ഏക്കർ 30 സെന്റ് നെൽകൃഷിയും അങ്ങനെ ഒന്നിച്ചാണ് ഇവിടെ ഇവര് വിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ് കേട്ടോ. 2 വർഷത്തെ പഴക്കം മാത്രമുള്ള വീട്, മുഴുവനും ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ള മനോഹരമായിട്ട്, അതായത് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീടല്ല, അങ്ങനെ പണിതിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീടല്ല കേട്ടോ. അപ്പൊ ഇതിന്റെ വില പറയാം ഞാൻ ആദ്യം തന്നെ. അപ്പൊ ഈ 1 ഏക്കർ 30 സെന്റ് നെൽകൃഷി പ്ലസ് 28 സെന്റ് സ്ഥലം പ്ലസ് ഈ 1400 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമിന്റെ നല്ലൊരു വീട്, നല്ല കബോർഡ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ വീടിന് ഇതിന്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. 90 ലക്ഷം കേട്ടോ. വില കുറയോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയ രീതിക്ക് എന്തെങ്കിലും വില അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. 1 കോടി രൂപയാണ് ഞങ്ങൾ സത്യത്തിൽ അവിടെ ചെന്നപ്പോ നമ്മളോട് വില പറഞ്ഞത് അദ്ദേഹം. അപ്പൊ നമ്മളത് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നമ്മളൊരു പാർട്ടിയെ കൊണ്ടുവരുമ്പോൾ എന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത്, നിങ്ങൾക്ക് കമ്മീഷനൊക്കെ തരേണ്ടതല്ലേ, ഒരു 95 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കച്ചവടം ഉറപ്പിക്കാമെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചപ്പോഴാണ് ഈ 90 ലക്ഷത്തിലെത്തിയത്. അതിന് നമ്മളപ്പോൾ ആ വിലയെ നമ്മൾ പറയുള്ളൂ, അതിൽ നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 90-ൽ നിന്നും എന്തെങ്കിലും വളരെ ചെറിയ രീതിക്ക്, അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ, വളരെ ചെറിയ രീതിക്ക് വില അഡ്ജസ്റ്റ് ചെയ്യും. ഇതിന്റെ വാതിലുകളൊക്കെ വരുന്നത് കംപ്ലീറ്റ് തേക്കിന്റെ വാതിലും ജനലും കട്ടളയൊക്കെയാണ് കേട്ടോ. മുഴുവനും തേക്കിന്റെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ബെഡ്റൂം കണ്ടു, അതിന് കോമൺ ആയിട്ടൊരു ബാത്റൂമാണ്. ഈ ഒരു ബെഡ്റൂം ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴത്ത്, അതിന് അറ്റാച്ച്ഡ് സൗകര്യമുണ്ട്. അപ്പൊ ഈ കോമണിൽ നിന്നും അറ്റാച്ച്ഡിൽ നിന്നും പോകാനായിട്ട് 2 ഭാഗത്തു നിന്നും ഡോറ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിന്റെ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ പുറത്ത് നമുക്ക് ഒരു വാഷ്റൂം, അതായത് ടോയ്ലറ്റും ഉണ്ട്, ബാത്റൂമും ഉണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും കബോർഡിന്റെ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വീഡിയോ. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനലും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതൊരു അപേക്ഷയാണ്, നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്. അപ്പോൾ ഇതെവിടെയാണ് നമുക്ക് ഡൈനിങ് സൗകര്യം വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല വലിയൊരു ഹാളിനോട് ചേർന്ന് 2 ബെഡ്റൂം, ഇവിടെയാണ് ഡൈനിങ്. ഈ പറഞ്ഞ ലൈറ്റ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, മുഴുവൻ ഇഷ്ടിക കൊണ്ട് പണിതിട്ടുള്ളതാണ്. അതാണ് ഒരു പ്രത്യേകത. ചുമട് കട്ട, ചൂളക്കട്ട, ചിലപ്പോൾ ഇഷ്ടിക ചെങ്കല്ല് എന്നൊക്കെ പറയുമ്പോൾ വെട്ടുകല്ലാണോ എന്ന് ഉദ്ദേശിക്കും, അങ്ങനെയല്ല, ചെങ്കല്ല് വേണ്ട ചൂളക്കട്ട കൊണ്ട് പണിതിട്ടുള്ള നല്ലൊരു വീട്. അതുകൊണ്ട് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ മുഴുവനും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ട് അതിൽ ആ ചിമ്മിനി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ വീട് വാങ്ങുമ്പോൾ ഇതൊക്കെ ഈ അടുക്കളയുടെ ഇതൊക്കെ അതിനോട് ഇൻക്ലൂഡ് ആയിരിക്കും. ഇത് കൂടാതെ ഇതിന്റെ ഫർണിച്ചർ ആയിട്ടുള്ള കട്ടിലും മറ്റുള്ളതൊക്കെ ഉണ്ട്. അതിന് നമ്മൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിനൊരു വില നിശ്ചയിച്ചിട്ട് അതും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ കബോർഡ് വർക്കുകൾ, കാര്യങ്ങൾ, ഈ അടുപ്പ്, ഈ ഗ്യാസിന്റെ ഇതൊക്കെ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് അദ്ദേഹം ഈ 90 ലക്ഷം രൂപ വില പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. അപ്പൊ ഈ തൃപ്പാളൂര് തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളത്. ആലത്തൂർ ടൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് ആ അടുക്കളയിൽ നിന്നുള്ള ഒരു ഹോള്, അത് ഇപ്പോഴത്തെ ഒരു മോഡലിൽ അങ്ങനെ ഒരു ഹോള് വിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. അപ്പൊ ഇതിന്റെ സ്റ്റെയർ പുറത്തൂടെയാണ്. നമുക്ക് സ്റ്റെയറിലേക്ക് ആ കയറുന്ന ഭാഗത്തൊക്കെ അതിലൊക്കെ ടൈൽസ് ആണ് പതിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് എത്ര മഴയത്തും വെള്ളം നനവുണ്ടെങ്കിലൊക്കെ കാല് സ്ലിപ്പാവാത്ത രീതിയിലുള്ള ഗ്രിപ്പുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ മുകളിലാണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് സൗകര്യത്തോട് കൂടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് വിസിറ്റേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ അവരുടെ ഒരു പ്രൈവസി എന്നുള്ളത് കണക്കിലാക്കിയിട്ടാണ് അങ്ങനെ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആലത്തൂർ ടൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ടൗണിന്റെ ഒത്ത നടുക്കയിലേക്ക് ഒരു 3 കിലോമീറ്റർ ദൂരം. തൃപ്പാളൂർക്കാണെങ്കിൽ വെറും 2 കിലോമീറ്റർ ആണ് ദൂരം. അപ്പൊ ഈ 28 സെന്റ് സ്ഥലത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ, ഒരു കായ്ക്കുന്ന തെങ്ങുകൾ 1-2 ഈ 28 സെന്റിലും, അത് കൂടാതെ ഈ നെൽകൃഷി പറഞ്ഞ അവരുടെ വരമ്പിന്റെ സൈഡിലുള്ള ഒരു 8-10 തെങ്ങുകളുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതുപോലെ കായ്ക്കുന്നതാണ്. അതുപോലെ വെള്ളത്തിന്റെ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ്. ഇതാണ് മുകളിലത്തെ ബെഡ്റൂമാണ് കേട്ടോ. അത് നല്ല വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് തന്നെ. മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇതിന് മുകളിലും കൊടുത്തിരിക്കുന്നത്. അതിലും കബോർഡിന്റെ വർക്കുകൾ കണ്ടോ, ഈ ഒരു റാക്കും അതുപോലെ വാൾഡോറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഒരു കിങ് സൈസ് കട്ടിലിട്ടാലും വീണ്ടും ആ അലമാര ഒക്കെ അതിന്റെ സ്പേസ്, ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്.
അപ്പോൾ നിങ്ങളിത് മുഴുവൻ കാണൂ, വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം വിളിക്കൂ, കാരണം കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത്. അപ്പോൾ 2 കിലോമീറ്റർ ആണ് നമുക്ക് തൃപ്പാളൂർ ആ ബസ് റൂട്ടിൽ നിന്ന് ഇതിനകത്തോട്ട് വരുന്നത്. അതിൽ ഒരു 1.5 കിലോമീറ്റർ ദൂരം നല്ല വീതിയുള്ള റോഡുണ്ട്. പിന്നെ ഒരു 500 മീറ്റർ ദൂരം സുഖമായിട്ട് വണ്ടികളൊക്കെ, കാരണം ഈ വീട് പണിയാനുള്ള മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ടിപ്പർ പോലത്തെ വണ്ടികളൊക്കെ വരാനുള്ള വീതിയുണ്ട് റോഡിന് കേട്ടോ. അങ്ങനെ ഒരുപാട് വലുപ്പമുള്ള റോഡല്ല, എന്നാൽ വണ്ടികൾ കാറുകളൊക്കെ സുഖമായിട്ട് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് എത്തും. അപ്പോൾ 28 സെന്റിൽ കായ്ക്കുന്ന തെങ്ങുകൾ ഒരു 1, 2, 3 തെങ്ങുകളും പിന്നെ ഇപ്പോൾ വെച്ചിട്ടുള്ള കുറച്ച് തെങ്ങുകൾ ഏകദേശം കായ്ക്കാൻ ആയിരിക്കുന്ന ഒരു 10, 15, 16, 20ഓളം തെങ്ങുകൾ നിലവിൽ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കവുങ്ങുകൾ വെച്ചിട്ടുണ്ട്, മാവ്, പ്ലാവ്, ഇതൊക്കെ കായ്ഫലമായിട്ടുള്ളതാണ്. കണ്ടോ, മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറാണ്. ഇവിടെയൊക്കെ വന്നാൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. ഈ കാണുന്നതാണ് കേട്ടോ കണ്ടങ്ങൾ. ഇതാ ഈ ഒരു ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ചെറിയ കണ്ടം, അതുകൂടാതെ അതിന്റെ സെന്ററിൽ ഒരു കണ്ടം, അതിന് തൊട്ടപ്പുറത്ത് ഒരു കണ്ടം, വയൽ, നെൽവയൽ, പാലക്കാട് ഭാഷയിൽ കണ്ടം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ അതാണ് 1 ഏക്കർ 30 സെന്റ് സ്ഥലം. കണ്ടോ, അതിനകത്താണ് ഈ കിണറൊക്കെ ഇതിനകത്ത് പെട്ടതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് വെള്ളം എടുക്കുന്നത്. കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടി റിങ്ങൊക്കെ ഇറക്കിയിട്ടുള്ള അടിഭാഗം കരിങ്കല്ലും പിന്നെ മുകളിലേക്ക് റിങ്ങും ഇറക്കിയിട്ടുള്ള കിണറാണ്. ഇഷ്ടം പോലെ വെള്ളമാണ്. അത് കൂടാതെ നമുക്ക് പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ കണക്ഷനൊക്കെ ഈ വീടിന്റെ കോമ്പൗണ്ടിൽ വന്നിട്ടുണ്ട്. അതൊന്നും അവർ എടുക്കാറില്ല, കാരണം ഈ കിണറിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളത്തിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടും, അതുകൂടാതെ എത്ര പ്രളയകാലത്ത് പോലും ഈ ഭാഗത്തൊന്നും ഈ 18, 19, 24 വെള്ളപ്പൊക്കം വന്നപ്പോഴൊന്നും ഈ ഭാഗത്തേക്ക് വെള്ളം തൊട്ടു തീണ്ടാത്ത ഭാഗം, അതൊരു വരൾച്ചയില്ലാത്തൊരു ഭാഗം. അപ്പോൾ അങ്ങനെ ഒരു 3, 4, 5, 6 വണ്ടികളൊക്കെ വന്നാലും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൊരു മുറ്റം. ഇതുണ്ട്, സിൻടെക്സിന്റെ ടാങ്ക് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയായിട്ടുള്ളത്. മുറ്റമൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ട് നടക്കുന്ന ഭാഗത്തൊക്കെ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വില പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു കൂടുതലല്ല. അപ്പോൾ 90 ലക്ഷം രൂപയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വീണ്ടും ചെറിയ രീതിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരും. 28 സെന്റ് പറമ്പിലാണ് ഈ വീട്, 1400 സ്ക്വയർ ഫീറ്റിന്റെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് കേട്ടോ. ആലത്തൂര് തൃപ്പാളൂര് ഭാഗത്തു നിന്നും 2 കിലോമീറ്റർ ഉള്ളിലോട്ട്. അപ്പോൾ ഇത് കാണാൻ വരുന്നവർ തലേ ദിവസമൊക്കെ ഒന്ന് വിളിച്ച് പറയണം. പെട്ടെന്ന് നമ്മൾ ആലത്തൂർ എത്തിയിട്ട് ഞങ്ങൾ ആ വീടൊന്ന് കാണണോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല, കാരണം ഇപ്പം അതിൽ താമസമില്ല. അപ്പോൾ നമ്മൾ തലേ ദിവസം വിളിച്ചു പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ വേറൊരാളുടെ അടുത്ത് താക്കോല് കൊടുത്തു വിടുകയുള്ളൂ. ഇത് നമുക്ക് ആ പാടത്തേക്ക് ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ഗേറ്റ് ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് ആ പാടത്തേക്ക് നേരിട്ട്, അത് കൂടാതെ അപ്പുറത്തൂടെ വഴിയുണ്ട് കേട്ടോ. അപ്പുറത്തൂടെ നെല്ലൊക്കെ കൊയ്ത് കൊണ്ടുപോകാൻ പാകത്തിനുള്ള വഴി സൗകര്യമുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കാം. അപ്പോൾ ചുറ്റും കോമ്പൗണ്ടും കാര്യങ്ങളും, ഈ പ്ലാവൊക്കെ കായ്ക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കോമ്പൗണ്ടും കാര്യങ്ങളും വീടിന്റെ ചുറ്റുഭാഗവും ഈ തറയുടെ ചുറ്റിലൊക്കെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഈ വീടിന് ചോദിച്ച വില ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, 90 ലക്ഷം രൂപ. അതായത് 1 ഏക്കർ 30 സെന്റ് നെൽകൃഷി, 28 സെന്റ് പറമ്പില് 1400 സ്ക്വയർ ഫീറ്റിന്റെ ഇഷ്ടിക കൊണ്ടൊക്കെ പണിതിട്ടുള്ള നല്ല പുതിയ വീട് തന്നെയാണ്. കാരണം 2 വർഷത്തിൽ കുറച്ച് കാലം അവർ താമസിച്ചിട്ടുള്ളൂ. പിന്നെ താമസിക്കാൻ ആളില്ലാത്തതിന്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വലിയ വീടൊക്കെ പണിതു. അവർ ഇവിടെ ഇല്ല, അവർ പുറത്താണ്, വേറെ സംസ്ഥാനത്താണ്. അതുകൊണ്ട് അതേ ഈ പ്രായത്തിലുള്ള ഒരു 10-20ഓളം തെങ്ങുകൾ ഇതിനകത്തുണ്ട്. അതുകൂടാതെയാണ് മാവും പ്ലാവും ഒക്കെ ഉള്ളത്. കായ്ക്കുന്ന നമുക്ക് നാളികേരം കിട്ടുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 12ഓളം തെങ്ങുകൾ കായ്ക്കുന്നത്. കാരണം ആ നെൽകൃഷിയുടെ വരമ്പ് ഇവർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ആ വരമ്പത്തിലുള്ള ഒരു 8-10 തെങ്ങുകളും ഇതിനകത്തുള്ള ഒരു 3-4 തെങ്ങുകളും കായ്ക്കുന്നത്. 2-3 തെങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ നല്ലതുപോലെ നാളികേരം കിട്ടുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്, നമ്മുടെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് കൂടാതെ നമുക്ക് വിറകടുപ്പൊക്കെ കത്തിക്കാൻ പാകത്തിന് ഇവിടെ ഒരു ചെറിയ ഒരു 10-200 സ്ക്വയർ ഫീറ്റ്, ഒരു 200-250 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഷെഡ് ഉണ്ട് ഇവിടെ. അതിനകത്താണ് വിറകടുപ്പൊക്കെ കത്തിക്കുന്നത്. പണിക്കാർ അത്യാവശ്യം ഒരു ദിവസമൊക്കെ താമസിക്കണമെങ്കിൽ അങ്ങനെയുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഷെഡാണ്. പുറത്ത് അത് കൂടാതെ നമുക്ക് ഔട്ട് സൈഡിലൊരു ടോയ്ലറ്റും ബാത്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഷെഡിന്റെ അകവും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് കണ്ടോ, അത്യാവശ്യം ഒരു ചെറിയ ഒരു ഭാര്യയും ഭർത്താവൊക്കെ എന്നാലും താമസിക്കാൻ പറ്റും. വേനൽക്കാലത്തൊക്കെ നല്ല ഹീറ്റായിരിക്കും ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ പാകത്തിനുള്ള സൗകര്യം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഈ 2 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ആരാധനാലയങ്ങൾ, അമ്പലങ്ങളും മുസ്ലിം പള്ളിയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗുരുകുലം ജംഗ്ഷനിലേക്കൊക്കെ ജസ്റ്റ് ഒരു 2-2.25 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഏറ്റവും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടുള്ള അസീസിയ പാലക്കാട് ജില്ലയിലെ ആലത്തൂര് ഇരട്ടക്കുളം ഭാഗത്താണ്. അവിടേക്കൊക്കെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 2 വീലറിലൊക്കെ പോകണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കൂടെ വേണ്ട നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താൻ. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുടെ ഒത്ത നടുക്കായി കിടക്കുന്ന ഈ വീട് വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. കാണാൻ വരുന്നവർ തലേ ദിവസം വിളിച്ച് പറയണം. പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് വേഗം വരണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് 28 സെന്റ് സ്ഥലത്തിന്റെ പുറകുവശമൊക്കെ ആയിട്ടുള്ളൊരു ഭാഗം. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കപ്പയും അതുപോലെ
വെണ്ടയും വഴുതിനയും ചീരയും ഒക്കെ അതിനകത്ത് ഇപ്പോൾ ഈ മഴയ്ക്ക് മുന്നോടിയൊക്കെ ആയിട്ട് കൃഷി ചെയ്തിട്ടൊക്കെ ഒരാൾ നോക്കുന്നുണ്ട്, ഒരു പണിക്കാരൻ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് നമുക്ക് തൃശ്ശൂർ, പാലക്കാട് ആ ഭാഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്ത നടുക്കാണ്. അതായത് ആലത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഒരു 25 കിലോമീറ്റർ ദൂരം, അതുപോലെ തൃശ്ശൂർക്കാണെങ്കിൽ ഒരു 35 കിലോമീറ്റർ ദൂരം. അതിൻ്റെയൊക്കെ നടുക്കായിട്ടാണ്. കൊല്ലങ്കോട്, നെന്മാറയ്ക്കൊക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ്. അപ്പോൾ ഇതാണ് വഴി കേട്ടോ. ഇത് നേരെ കണ്ടത്തേക്ക്, അതായത് ആ നെൽവയലിലേക്ക് ഇറങ്ങിപ്പോകാൻ പാകത്തിനുള്ള കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് നമുക്ക് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം മാത്രം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക. പരമാവധി ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യും കൂടെ വേണം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.